ഇന്നൊരു അടിപൊളി പുഡിംഗ് ആയാലോ? ഇതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് അറിയാമോ? എല്ലാവരുടെ വീട്ടിലും ചോറുകൾ ഒരുപാട് ബാക്കിയുണ്ടാവും അല്ലേ? ഉച്ചക്കാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുറേ ചോറ് ബാക്കിയുണ്ടാവും. അതിൽ നിന്നൊരു ഇച്ചിരി ചോറ് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കാന്നേ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് നല്ല തണുപ്പിച്ചെടുത്ത് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ കൊക്കോ പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂണാണേ, 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ചോറ് കൂടുതലായി പോയത് അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2 പീസ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പീനട്ട് ബട്ടർ, ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, അതൊരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല തണുത്ത പാലായാൽ കൂടുതൽ നല്ലതേ. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരക്കണം കേട്ടോ, കട്ടകളൊന്നും പാടില്ല. ശർക്കരയൊക്കെ കട്ടയൊക്കെ നല്ലോണം അടിഞ്ഞ് വരണം. ഇപ്പം ഞാനിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ, എത്ര നേരം വെക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം മാക്സിമം ഒരു 2 മണിക്കൂർ വെക്കുക, ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂർ വെക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ടൊന്ന് കഴിച്ചു നോക്കിയേ, സൂപ്പർ ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ ചോക്ലേറ്റ് പുഡിംഗ് ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് എടുത്ത് കഴിച്ച് നോക്കാം. ക്ഷമയോടെ ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയാൽ എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ബാക്കി ചോറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വെറുതെ കളയണ്ടല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോയത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.